വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായവ 2 സബോള, 2 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, വേപ്പില. പൊടികളായിട്ട് നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇവ നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. അവയും നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവയെല്ലാം നന്നായി ഒന്ന് യോജിപ്പിക്കാം നമുക്ക്. ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച് അവയുടെ ഒരു പച്ച മണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഇവയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇവയൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തണുത്ത മിശ്രിതം നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി ഇവയൊന്ന് നമുക്ക് ചൂടാക്കാം. ഇവ നന്നായി ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വറവ് ചെയ്യാം. ഇത് വറുത്തത് നമുക്ക് കറിയിലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ താളിപ്പ് റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് കൊടുക്കാം. Thank you.